ഭാരതത്തിന്റെ തെക്കേ അറ്റത്തെ ക്രിക്കറ്റ് ആവേശമായ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വീണ്ടും ഒരു രാജ്യാന്തര ക്രിക്കറ്റ് മാമാങ്കത്തിന് വേദിയാവുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയിലെ അവസാന പോരാട്ടം ശനിയാഴ്ച രാത്രി 7 മണിക്ക് അരങ്ങേറുമ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് വെറുമൊരു മത്സരമല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഇന്നിംഗ്സുകളൊന്നിന് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഇറങ്ങുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരമ്പര ഇതിനോടകം ഇന്ത്യ 3-1 സ്വന്തമാക്കി കഴിഞ്ഞെങ്കിലും വരാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന പരീക്ഷണ വേദിയായിട്ടാണ് ടീം ഇന്ത്യ ഈ മത്സരത്തെ കാണുന്നത്. ഹാവേലോക്ക് നോർത്ത് മുതൽ മൗണ്ട് മംഗനൂയി വരെ നീണ്ട കളി ആവേശത്തിന് ശേഷം ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലെത്തുമ്പോൾ പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ ഹാട്രിക് തികച്ചിരുന്നു. എന്നാൽ 4ാം മത്സരത്തിൽ കരുത്തരായ കിവികൾ തിരിച്ചെത്തിയതോടെ ഇന്ത്യയുടെ അപരാജിത കുതിപ്പിന് വിരാമമായി. എങ്കിലും തിരുവനന്തപുരത്ത് നടക്കുന്ന 5ാം പോരാട്ടത്തിൽ ജയത്തോടെ പരമ്പര അവസാനിപ്പിക്കാനായിരിക്കും സൂര്യകുമാർ യാദവും സംഘവും ലക്ഷ്യമിടുന്നത്. മത്സരഫലം പരമ്പരയുടെ വിധി നിർണയിക്കില്ലെങ്കിലും ടീമിലെ ഓരോ താരത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സഞ്ജു സാംസണെ സംബന്ധിച്ചും ഈ മത്സരം വരാനിരിക്കുന്ന ലോകകപ്പ് ടീമിലെ അവരുടെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. സഞ്ജു സാംസൺ, ഇത് അസ്തിത്വത്തിനായുള്ള പോരാട്ടം. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര ഇതുവരെ നിരാശാജനകമായിരുന്നു. ആദ്യ 4 മത്സരങ്ങളിലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. 10, 6, 0, 24 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഇന്നിംഗ്സുകളിലെ അദ്ദേഹത്തിന്റെ സ്കോറുകൾ. വലിയ സ്കോറുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സഞ്ജുവിന് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തന്റെ കരിയർ തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമാണ് ഗ്രീൻഫീൽഡിൽ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കടുത്ത മത്സരങ്ങൾക്കിടയിൽ സഞ്ജുവിന് തന്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഈ മത്സരത്തിൽ ഒരു വമ്പൻ ഇന്നിംഗ്സ് അനിവാര്യമാണ്. ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ 80-ലധികം റൺസോ നേടാൻ കഴിഞ്ഞാൽ മാത്രമേ വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സഞ്ജുവിന് വ്യക്തമായ അവകാശവാദം ഉന്നയിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം ടൂർണമെന്റിലുടനീളം അദ്ദേഹത്തിന് ബെഞ്ചിലിരിക്കേണ്ടി വന്നേക്കാം. സ്വന്തം മണ്ണിലെ പിച്ചും സാഹചര്യങ്ങളും സഞ്ജുവിന് നന്നായി അറിയാം എന്നതിനാൽ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. തന്റെ ട്രേഡ്മാർക്ക് ഷോട്ടുകളിലൂടെ കിവി ബൗളർമാരെ കടന്നാക്രമിക്കാൻ സഞ്ജുവിന് സാധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവാകും. അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകകപ്പിന് മുമ്പ് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരീക്ഷിക്കാനാണ് പരിശീലകനും ക്യാപ്റ്റനും ആഗ്രഹിക്കുന്നത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക. ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിയുള്ള അഭിഷേക് ശർമ്മ പവർ പ്ലേ ഓവറുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന താരമാണ്. അഭിഷേക് വേഗത്തിൽ റൺസ് കണ്ടെത്തുമ്പോൾ സഞ്ജുവിന് ക്രീസിൽ നിലയുറപ്പിക്കാൻ ആവശ്യമായ സമയം ലഭിക്കും. ഇവരുടെ ഇടംകയ്യൻ വലംകയ്യൻ സഖ്യം കിവി ബൗളർമാരുടെ ലൈനും ലെങ്തും തെറ്റിക്കാൻ സഹായിക്കും. പരിക്കു കാരണം കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിച്ചിരുന്ന ഇഷാൻ കിഷൻ 3ാം നമ്പറിൽ തിരിച്ചെത്തും. ഇഷാന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ലെന്നും അടുത്ത കളിയിൽ അദ്ദേഹം 11-ൽ ഉണ്ടാകുമെന്നും ടീം വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും ഒരേപോലെ തിളങ്ങാൻ കെൽപ്പുള്ള ഇഷാൻ ടോപ്പ് ഓർഡറിൽ ഇന്ത്യക്ക് വലിയ കരുത്താണ്. 4ാം നമ്പറിൽ ബാറ്റിംഗിനെത്തുക നായകൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും. ലോകത്തെ 1ാം നമ്പർ T20 ബാറ്റർ എന്ന നിലയിൽ സൂര്യയുടെ സാന്നിധ്യം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്തേക്കും പന്ത് പായിക്കാനുള്ള സൂര്യയുടെ കഴിവ് തിരുവനന്തപുരത്തെ കാണികളെ വിസ്മയിപ്പിക്കും എന്നതിൽ സംശയമില്ല. നിർണായക മാറ്റങ്ങൾ. ഇന്ത്യൻ മധ്യനിരയിൽ ഹർദിക് പാണ്ഡ്യയുടെ അഭാവമായിരിക്കും ഈ മത്സരത്തിലെ പ്രധാന മാറ്റം. ലോകകപ്പിന് മുമ്പ് ഹാർദിക്കിന് ചെറിയൊരു ബ്രേക്ക് നൽകാനാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. ഇന്ത്യയുടെ കരുത്തനായ ഇടംകയ്യൻ ബാറ്റർ ശിവൻ ദുബൈ 5ാം നമ്പറിൽ കളിക്കും. സ്പിന്നർമാരെ നേരിടുന്നതിൽ വലിയ മികവ് കാണിക്കുന്ന ദുബൈക്ക് മധ്യ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്താൻ സാധിക്കും. കൂടാതെ ഏതാനും ഓവർ പന്തെറിയാനും അദ്ദേഹം പ്രാപ്തനാണ്. പരിക്കിൽ നിന്നും മോചിതനായ വൈസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ഈ മത്സരത്തിലൂടെ തിരിച്ചുവരും. ആദ്യ T20-യിൽ ബൌളിംഗിനിടെ പരിക്കേറ്റ അക്ഷറിന് കഴിഞ്ഞ 3 മത്സരങ്ങളും നഷ്ടമായിരുന്നു.
ഹർദിക്കിന് പകരം 6-ാം നമ്പറിൽ എത്തുന്ന അക്ഷർ ബൌളിംഗിലും ബാറ്റിംഗിലും ഒരേപോലെ ടീമിന് ഉപകരിക്കും. 7-ാം നമ്പറിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ ഫിനിഷർ റിങ്കു സിംഗ് എത്തും. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ സമ്മർദ്ദമില്ലാതെ സിക്സറുകൾ പായിക്കാനുള്ള റിങ്കുവിന്റെ കഴിവ് ഇതിനോടകം തന്നെ ക്രിക്കറ്റ് ലോകം അംഗീകരിച്ചതാണ്. സ്പിൻ മാന്ത്രികതയും വേഗതയും. ബൌളിംഗ് നിരയിലും ഇന്ത്യ ചില പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകി ബെഞ്ച് കരുത്ത് അളക്കുക എന്നതാണ് ലക്ഷ്യം. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഈ മത്സരത്തിൽ വിശ്രമം നൽകിയേക്കാം. പകരം ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ഹർഷ്ദീപ് സിംഗ് പേസ് നിരയെ നയിക്കും. 8-ാം നമ്പറിൽ പേസർ ഹർഷിത് റാണ എത്തുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിക്കും. കഴിഞ്ഞ കളിയിൽ പരാജയപ്പെട്ടെങ്കിലും ഈ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായിരിക്കും ഹർഷിത്തിന്റെ ശ്രമം. സ്പിൻ വിഭാഗത്തിൽ വലിയ മാറ്റമുണ്ടാകും. മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി ടീമിൽ തിരിച്ചെത്തും. കഴിഞ്ഞ 2 കളികളിലും അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു. വരുൺ എത്തുന്നതോടെ കുൽദീപ് യാദവിന് വിശ്രമം നൽകിയേക്കും. വരുണിനൊപ്പം യുവ സ്പിന്നർ രവി ബിഷ്ണോയ് കൂടി ചേരുന്നതോടെ കിവി ബാറ്റർമാർക്ക് ഗ്രീൻഫീൽഡിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പൊതുവെ കുറഞ്ഞ സ്കോറുകൾ പിറക്കുന്ന പിച്ചാണ്. എങ്കിലും രാത്രി നടക്കുന്ന മത്സരമായതിനാൽ മഞ്ഞുതുള്ളികൾ 2-ാം ഇന്നിംഗ്സിൽ നിർണായകമായേക്കാം. ടോസ് നേടുന്ന ടീം ആദ്യം ബൗൾ ചെയ്യാനായിരിക്കും താൽപര്യപ്പെടുക. മഴ ഭീഷണി നിലവിലില്ലെങ്കിൽ ഒരു പൂർണ്ണമായ 20 ഓവർ മത്സരം ആരാധകർക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിങ് 11: സഞ്ജു സാംസൺ ഓപ്പണർ, അഭിഷേക് ശർമ്മ ഓപ്പണർ, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ശിവൻ ദുബൈ ഓൾറൗണ്ടർ, അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ഓൾറൗണ്ടർ, റിങ്കു സിംഗ് ഫിനിഷർ, ഹർഷിത് റാണ പേസർ ബാറ്റർ, വരുൺ ചക്രവർത്തി സ്പിന്നർ, രവി ബിഷ്ണോയ് സ്പിന്നർ, ഹർഷ്ദീപ് സിംഗ് പേസർ. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഈ 5-ാം T20 പോരാട്ടം കേവലം ഒരു മത്സരമല്ല, മറിച്ച് പല താരങ്ങളുടെയും ഭാവി നിശ്ചയിക്കുന്ന വേദിയാണ്. സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ സ്വന്തം മണ്ണിൽ എങ്ങനെ നേരിടും എന്നതാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. 4-1 എന്ന നിലയിൽ പരമ്പര ജയത്തോടെ ലോകകപ്പിലേക്ക് നീങ്ങാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ജയത്തോടെ മടങ്ങാൻ കിവികളും സർവ്വസജ്ജരാണ്. ശനിയാഴ്ച രാത്രി ഗ്രീൻഫീൽഡിൽ ആര് വിജയക്കൊടി പാറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.